അങ്ങനെ നമ്മളുടെ രാജുവേട്ടൻ്റെ മൂവി ഖലീഫയുടെ വമ്പൻ ആഘോഷം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചലിക്കുകയാണ് ഗെയ്സ്. അങ്ങനെ പക്ഷേ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഒരു ആ വൈബ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എന്താ പറയുക, അത് കാണുമ്പോൾ ഇങ്ങനെ റൊമാൻറ്റിഫിക്കേഷൻ വരുന്നത്. നമ്മുടെ രാജകുമാരി കിടക്കുന്നു, ഞാൻ രാജകുമാരിയിൽ കയറി പോകുന്നു. എങ്ങോട്ടാണെന്നല്ലേ ഇനി അടുത്തത് എൻ്റെ കോളേജിലെ ഓണാഘോഷ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് എടുക്കണം. അരപ്പട്ട, നെറ്റിച്ചുട്ടി, അങ്ങനെ കുറച്ച് സാധനം. അങ്ങനെ നമ്മളുടെ ചങ്ക് ജയ പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് ടി ആൻഡ് ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് കണ്ടു. അടിപൊളി ആംബിയൻസ്, ഒരു ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഷവായ ഇങ്ങനെ നിരത്തി ചിക്കൻ ഇങ്ങനെ അടുക്കി ഇട്ടേക്കണം. അപ്പോൾ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ കണ്ടുപിടിച്ചു ഗെയ്സ്. അപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ട്, രാവിലെ പോയതാണ്, ലഞ്ചും കഴിച്ചിട്ടില്ല, ഇനിയിപ്പോൾ അതിന് സമയവും ഇല്ല. അപ്പോഴത്തേക്കും തൊട്ടടുത്തൊരു ബേക്കറി കണ്ടു. അവിടെ നിന്ന് കൂടുതലൊന്നും പറഞ്ഞില്ല. 2 ചായയും ഒരു മറ്റേ നമ്മളുടെ നാട്ടിൽ പറയുന്ന പേര് ഞാൻ പറയുന്നില്ല, ഇലയട. അപ്പം അതും കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് നോക്കിയാലോ എന്ന്. വെയിലെന്നൊക്കെ പറഞ്ഞാൽ മാരക വെയിൽ, സ്കിന്ന് പൊളിഞ്ഞിളകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി വെയിൽ, ഒരു രക്ഷയുമില്ല. അവസാനം ഞാൻ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, ബില്ലൊക്കെ പേ ചെയ്തു. അടിപൊളി ഇലയുടെ ആയിരുന്നു കേട്ടോ, സൂപ്പർ ഇലയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 എണ്ണം കഴിച്ചു കേട്ടോ, 1 അല്ല 2 എണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത്. തമ്മനത്താണ് കേട്ടോ. എനിക്ക് തമ്മനത്ത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ അറിയത്തില്ല, ഇത് തമ്മനത്താണ്. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ നോക്കിയ ഡെലിക്കേറ്റ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ റെൻ്റൽ ഷോപ്പ്. പാലാരിവട്ടത്തുനിന്ന് അടുത്ത് തന്നെ കേട്ടോ. ഇരിക്കണം നോക്കി. ഇത് ആദ്യം കണ്ടത് മുഴുവൻ അരപ്പട്ടകളാണ്. അത് കഴിഞ്ഞ് മാല ഫുൾ സെറ്റാണ്. വെഡ്ഡിങ് ടീംസ് തന്നെയാണ് കേട്ടോ കൂടുതലും ഇത് കൊണ്ടുപോകുന്നത്. കാരണം ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അവരുടെ എല്ലാ ഹൽദി തൊട്ട് അവരുടെ എല്ലാ ഫംഗ്ഷനും വേണ്ടിയിട്ടുള്ള എല്ലാ ഓർണമെൻറ്റ്സും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് നോക്കി കണ്ടൊക്കെ എടുക്കാൻ വേണമെന്നുള്ളവർക്ക് ഞാൻ കൊളാബൊന്നുമല്ല, ഞാൻ പൈസ പേയ്മെൻറ്റ് കൊടുത്തിട്ട് തന്നെയാണ് എടുത്തത് കേട്ടോ. ഇനി അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് ചെല്ലാതിരിക്കണ്ട. AD സ്റ്റോണിൽ വരണ വർക്കും ഉണ്ട് കേട്ടോ. ഇതെല്ലാം ആ ടൈപ്പ് വർക്കുകളാണ്. ഗൗണിനൊക്കെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ള വർക്കുകൾ ചെയ്തു. അപ്പോൾ ഞാൻ നേരെ വന്ന്, എനിക്ക് സമയമില്ല, ഇനി ഇപ്പോൾ വീണ്ടും കോളേജിലോട്ട് കയറണം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വൈകുന്നേരത്തെ ഖലീഫ 2ൻ്റെ പ്രോഗ്രാം ക്രൗൺ പ്ലാസിലുണ്ട്, അങ്ങോട്ട് പോകണം. അപ്പം അത് കാരണം ഞാൻ ഓടി വന്നു, ഫസ്റ്റ് കണ്ടത് തന്നെ എടുത്തു. ഏകദേശം ഇത് മാച്ചാവും തോന്നി. ഇത് മാച്ചാണല്ലേ, അടിപൊളി സെറ്റല്ലേ. എൻ്റെ സ്കേർട്ടോട് നന്നായിട്ട് മാച്ചാവുന്ന സാധനങ്ങളാട്ടോ ഞാൻ എടുത്തതൊക്കെ. ഇതെല്ലാം നെറ്റിച്ചുട്ടികളാണ്. അതുപോലെ തന്നെ ഇത് എനിക്ക് മാട്ടി വേണ്ടിയിരുന്നു. എൻ്റെ കയ്യിൽ മാട്ടിയില്ല, പണ്ടും ഉണ്ടായിരുന്നില്ല മാട്ടി. ഞാനങ്ങനെ യൂസ് ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട് എടുത്തിട്ടില്ല. പലപ്പോഴും മേടിക്കണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ മേടിച്ചിട്ടും കാര്യമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഡാമേജ് ആയി പോവുകയും ചെയ്യും. അങ്ങനെ ഈ 2 സെറ്റിൽ ഏതെടുക്കണം എന്നുള്ള ജിമിക്കി. ഇത്രയും സാധനങ്ങൾ ഇത് ഇത്രയും വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. ഈ ജിമിക്കി ആണെങ്കിലും ബാക്കി അരപ്പട്ടയാണെന്നുണ്ടെങ്കിലും പിന്നെ ബാക്കി നെറ്റിച്ചുട്ടി, അങ്ങനെ. ഇത് ഞാൻ രണ്ടാമത്തെ ഞാൻ ഇഷ്ടപ്പെട്ടത് വേറൊരുന്നേ, പക്ഷേ അതിൽ ഇച്ചിരി ഡാമേജ് ഉണ്ടായിരുന്നു, അത് കാരണം ഞാനത് എടുത്തില്ല. ഇത് ആദ്യത്തേത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നില്ല. രണ്ടാമത്തെയും കൂടി ഇട്ടപ്പോൾ ഓക്കെ ആയിരുന്നു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ച ട്രഡീഷണൽ എന്ന് പറയുമ്പോഴത്തേക്കും സത്യത്തിൽ ആക്ച്വലി ഞാൻ മലയാളി മങ്ക പ്രോഗ്രാമിനുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഖലീഫയുടെ ഇതെല്ലാം കഴിഞ്ഞത് ഇവിടെയും കൂടി വന്നിട്ട് പോയപ്പോൾ 12 മണിക്കുള്ള പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഫൈനൽ അവർ പ്രാക്ടീസ് ഞാൻ പോവാത്തത് കാരണം അവർ ഫൈനലൈസ് ചെയ്തു, ഉള്ള ആൾക്കാരെ വെച്ചിട്ട് ചെയ്തു. അപ്പോൾ പൊസിഷനൊക്കെ ഓരോ ആൾക്കാരെ വെച്ചിട്ടും അവർ പൊസിഷൻ സെറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതായിരുന്നു സംഭവം. ഈ മാല എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഈ രണ്ടാമത്തെ മാല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തതായിരുന്നു, പക്ഷേ റെൻറ്റ് കൂടുതൽ കൂട്ടണ്ട എന്ന് വിചാരിച്ചു. ഓൾറെഡി എനിക്ക് അങ്ങനത്തെ മാല ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾ പ്രോഗ്രാമിൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഞാൻ എടുത്തെങ്കിലും ഞാൻ കൊണ്ടുപോയില്ല, ഞാൻ അവിടെ തന്നെ വെച്ചു. അപ്പം എനിക്ക് അതിൻ്റെ പൈസ റിഡ്യൂസ് ചെയ്ത് കിട്ടി. എന്നിട്ട് ഞാൻ എൻ്റെ മാല യൂസ് ചെയ്തു. മുകളിലത്തത് മാത്രമേ എടുത്തുള്ളൂ. മുകളിലത്തത് ഞാൻ പല പ്രാവശ്യം മലബാർ ഗോൾഡിൽ ചോക്കർ സെറ്റ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ എടുക്കാൻ പോയിട്ട് പല കാരണങ്ങൾ കൊണ്ട് എടുക്കാതെ വന്നതാട്ടോ. പക്ഷേ അത് ഗോൾഡിൻ്റെ ആയിരുന്നു. അത് എത്ര ഒരു 6 പവനാണ്ട് വരണതായിരുന്നു പണ്ട്, എനിക്കൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് ജോലിയും കൂലിയൊക്കെ ഉള്ള സമയത്ത്. പക്ഷേ അതെടുത്തിരുന്നെങ്കിൽ എന്നും പണയം വെച്ച് ഞാൻ ഡാമേജ് ആക്കിയേരാം. ഞാൻ ഡാമേജ് ആക്കില്ല, അവർ ഡാമേജ് ആക്കി തിരിച്ച് തന്നേനെ. എടുക്കാതിരുന്നത് നന്നായി. പക്ഷെ നന്നായി നല്ല കേട്ടോ, ഭയങ്കര നഷ്ടമായി എന്ന് വേണം പറയാം. ഇന്നത്തെ സ്വന്തമായിട്ട് വെച്ച് നോക്കുമ്പോൾ വന്നത് എടുത്താൽ മതിയായിരുന്നു എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം വിചാരിച്ചതാണ് എനിക്കൊരു ചോക്കർ എടുക്കണമെന്ന്. കല്യാണത്തിന് എനിക്ക് ചോക്കർ സെറ്റ് ഉണ്ടായിരുന്നു, തിളക്കത്താലി ഉണ്ടായിരുന്നു, എല്ലാം പോയി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിധിയല്ല വരുത്തി വെച്ചവിനെയാണ് എന്ന് പറയും. എങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട്? ഈ രണ്ടാമത്തെ താഴെ കിടക്കുന്നത് രസമല്ലേ? ഇതാണോ ഭംഗി?
അതൊന്ന് പറയണം കേട്ടോ. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അതിൻ്റെ അടി ഇട്ടാൽ മതി. ഈ മുകളിലോട്ട് കിടക്കുന്ന ചോക്കർ പോലെയുള്ളതാണോ അതേ താഴെ കുറച്ചുകൂടി ഇതായിട്ട് കിടന്ന ലെങ്തുള്ള ആ ചെയിനാണോ ഭംഗിയെന്ന് ഒന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ എല്ലാ സംഭവവും ഒറ്റയ്ക്കല്ലേ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക എന്നുള്ളത് വേറെ ആരോടും അഭിപ്രായമൊന്നും ചോദിക്കാനുള്ള ആരും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് സാധാരണ അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇത് നിങ്ങളൊന്ന് പറയണം കേട്ടോ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന്. വേറെ അഭിപ്രായം അറിയാമല്ലോ, ഇനി അടുത്ത പ്രോഗ്രാം വരുമ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ. ഇനി ഓണം വിഷു ഒക്കെ ഇഷ്ടംപോലെ കിടക്കില്ലേ ട്രഡീഷണൽ വെയർ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ചങ്ക് ഫാഷൻ ഡിസൈനർ ജയാവർദ്ധൻ, എൻ്റെ എന്താ പറയാ അരുമയ്ക്ക് ഒരുമയായ ചക്കര കുത്ത് ഓടി വന്ന് ഹൈക്കോർട്ടിൻ്റെ അവിടെ നിന്ന് ഓടി ഇതായത് ഇവിടെ ആർഷ എന്നല്ലേ, ആർഷ ബൊട്ടിക് ഇവിടെ എവിടെയാണ്, തമ്മനത്ത്. ഈ പരിസരത്ത് നിന്നല്ല, എറണാകുളം ജില്ലയിൽ ആർക്ക് എന്ത് സ്റ്റിച്ച് ചെയ്യാണ്ടെങ്കിലും ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിലും ജയ അടുത്ത് വന്നാൽ മതി, അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരും. ഞാൻ കാക്കനാട്. ഞാനിങ്ങനെ പൊന്നോനിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ ഡെക്കാത്തല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോഴാണ് ജയ ഇങ്ങനെ വന്നിട്ട് അയ്യോ ഇന്നാളിൽ ഓടി വന്ന് എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഓടി വന്ന് ഇത്ര ഇതാക്കിയത്. മീൻസ് നേരിട്ട് കാണാതെ ഇത്ര സംസാരിച്ച അപ്പോൾ തന്നെ ഞാൻ നല്ല നല്ല രസമുണ്ട് കമ്മലെന്ന് പറഞ്ഞ് എന്നെ അതാണ്. അങ്ങനെ ഞാനും എൻ്റെ ചങ്കും കൂടി ഇതാ സെൽഫിയൊക്കെ എടുത്തു. അങ്ങനെ 3 പേരും കൂടെ എടുത്തിട്ട് പാവട്ടോ, ഭയങ്കര പാവോള്, ഭയങ്കര നല്ല. അയ്യോ നടന്നുള്ള വെയിലായ വെയിലെല്ലാം കൊണ്ട് സാധനം എടുത്ത് ഇതാണ്. അങ്ങനെ ചങ്കിനോട് വരണം എങ്ങോട്ടെങ്കിലും, തിരക്കുണ്ട്. അവള് ഫുൾ തിരക്കില്ല, അത്രയും വർക്കുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ 100 കണക്കിന് കാര്യങ്ങൾ വേറെയും സെപ്പറേറ്റ് ആയിക്കണം ചക്കരമുത്ത്. അപ്പൊ ഇനി നേരെ കോളേജിലോട്ട്. ഇനി കോസ്റ്റ്യൂം ഒന്നും ചേഞ്ച് ചെയ്യാൻ തന്നെ പറ്റൂല, ബാക്കിലെ ട്രോളി നിറയെ സാധനങ്ങളാ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുള്ള. സത്യത്തിൽ ഇതൊക്കെ ഏത് റോഡാണ് ഏത് വഴിയാണെന്നൊന്നും അറിയന്നെ ഇല്ല. ഗൂഗിൾ ചേച്ചി പറഞ്ഞു, ഞാൻ പോകുന്നു, അത്ര തന്നെ. ഓടിപ്പടച്ച് കോളേജിലെത്തി. അങ്ങനെ ഓടി പിടിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. അവിടെ ചെന്നപ്പോൾ നമ്മളുടെ പൈലറ്റ് ടീംസിൻ്റെ പൂക്കളം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ എല്ലാ പേരും ഇരുന്നിട്ട് നമ്മളുടെ C7 ബാച്ചിലെ സ്റ്റുഡൻസ് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണേ. എൻ്റെ ബാച്ചിൽ നിന്ന് ഞാൻ മാത്രമാണ് പൂക്കളം മത്സരത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വന്ന് അവിടേക്കൊന്ന് ഒപ്പിച്ചൊക്കെ നിന്ന്. അപ്പോൾ ബാക്കി ആ റെഡ് ഉണ്ട്, അതൊന്ന് ഇനി ഒന്ന് മൊത്തത്തിൽ ലൈൻ ചെയ്യണം, ഓണാശംസകൾ എഴുതണം. അതിൻ്റെ ഇടയിൽ എനിക്ക് ചലിക്കണം. തൊട്ടപ്പുറത്തിരിക്കുന്ന നബീലാണ് കേട്ടോ. നബീലാൾ പുലിയാണ്. അവൻ മലയാളി മങ്കയ്ക്ക് മാരന് ഇത് മേടിച്ചു, എന്താ പറയുക, പിന്നെ ബിസ്ക്കറ്റ് കടി പ്രോഗ്രാമിന് ഇത് മേടിച്ചു, പ്രൈസ് മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വടംവലിക്ക് പ്രൈസ് കിട്ടിയതിനായിരുന്നു. അവരുടെ കാലും ഭയങ്കരമായിട്ട് പൊട്ടിപ്പോയി. അല്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ 3 പ്രാവശ്യം അവരുടെ ടീമായിരുന്നു, നബീലിൻ്റെ ടീം ഫസ്റ്റ് വാങ്ങിയതായിരുന്നു. പക്ഷേ ലാസ്റ്റ് അപ്പോൾ ഒന്നുകൂടി ഫസ്റ്റ് അടിച്ചപ്പോൾ അവർ ഒന്നുകൂടി ഒരു എന്താ പറയുക ഗ്രാൻഡ് ഫിനാലെ ഒന്നുകൂടി വെച്ചു. അപ്പോൾ അതിൽ ആ കാല് സുഖമെല്ലാം മുറിവ് പറ്റിപ്പോയി എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. എല്ലാത്തിലും ഭയങ്കര ആക്റ്റീവ്. എല്ലാവരും അങ്ങനെ കേട്ടോ, ഭയങ്കര അടിപൊളി കുട്ടികളാണ്, ഭയങ്കര എന്താ പറയുക. അങ്ങനെ ഓണാശംസകൾ എഴുതാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആദ്യത്തെ എഴുതി. എങ്ങനെയുണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്? ഭംഗിയുണ്ടോ? യെസ്. ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഗെയ്സ്. ബാക്കി എല്ലാ പരിപാടിയും അവിടെ നിന്ന് കഴിച്ചിട്ട് ഓടിപ്പടച്ചിറങ്ങി. അത് കഴിഞ്ഞതാ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ ഓഫായിപ്പോയി, ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല. തിരിച്ച് വരണ വഴിക്ക് ഇത് പൂ മേടിക്കാൻ വേണ്ടി കയറിപ്പോയി. ചേച്ചി എന്നാ പറ്റിപ്പോയി നമ്മളെ പറ്റിക്കുന്നത്? മറ്റേ കാട്ടുമുല്ലല്ലേ, മണമില്ലാത്ത കാട്ടുമുല്ല ഇതാക്കിയിട്ട് ചേച്ചി പറയുക അത് വിരിയുമ്പോൾ മണം ഉണ്ടാവുമെന്ന്. കുറേ പറ്റിപ്പോൾ നമ്മളെ പറ്റിച്ചതാ. എപ്പോഴും ഇങ്ങനെ പറ്റിക്കാൻ പറ്റുമോ? ഇതിനെക്കാട്ടി വല്ല പ്ലാസ്റ്റിക്കും വാങ്ങി വെച്ചാൽ മതി. അത് എന്തായാലും ഇതിന് മണമില്ല. എന്നിട്ട് മുഴത്തിന് 100 രൂപ കൊടുക്കുകയും 90 രൂപ ചേച്ചി പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ ഈ ട്രാഫിക് കാരണമാണ് ഞാൻ വെച്ചാൽ പാലാരിവട്ടം പോട്ടെ. എന്താ അവിടെ പോയപ്പോഴത്തേക്ക് ഇതാ നല്ല, ഇത് വലിയ മണമൊന്നുമില്ല, ചെറിയ മണം. അവിടെ പോയിട്ട് എനിക്ക് എൻ്റെ പൊന്നൂനും വേണ്ടിയിട്ടുള്ള മുല്ലപ്പൂവൊക്കെ എടുത്തു. അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, പാലാരിവട്ടത്ത് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട്. അങ്ങനെ ഇതാണ് ഗെയ്സ് ഇന്നത്തെ പരിപാടി. ഇനിയുണ്ട്.